ഇന്ന് അനുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് ഇതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന അന്നു ആരാണെന്നല്ലേ? അത് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കൂട്ടുകാരിയാണ് അന്നു. ഇന്നിപ്പോൾ അവളുടെ ബർത്ത്ഡേയും അത് മാത്രമല്ല നല്ല നീറ്റായി നാലേ അവളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞാൻ എന്താ വരയ്ക്കുന്നതെന്നോ? ഒരു ബർത്ത്ഡേ കേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരച്ച് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നുവിനെ വരച്ചു. എന്നിട്ട് ഹാപ്പി എന്ന് എഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ. അന്നേരം ഞാനറിയാതെ വിട്ടു പോയതാണ്. ബർത്ത്ഡേ ഇനി വേണം. ഡേ എഴുതിയിട്ടുണ്ട്. ഇനി അന്നൂന്നും കൂടെ എഴുതണം. അന്നു എഴുതിയിട്ടുണ്ട്. അന്നുവിനെ നമുക്ക് വരച്ചെടുക്കാം. ഒരു കാര്യം മാത്രം മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഗിഫ്റ്റ് മറന്നുപോയോ? അത് ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അവളുടെ ഫേവററ്റ് കുറച്ച് ടോയ്സ് ആണ്. മതിയെന്നാണ് എനിക്കൊന്ന്. മുട്ടായി ഒന്നും മേടിച്ചു കൊടുക്കണം. വെറുതെ അവളുടെ പല്ല് ചീത്തയാക്കി കഴിഞ്ഞിട്ട് എന്തുവാ നമുക്ക് കാര്യം. ഗിഫ്റ്റ് നല്ലോണം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.